ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ മൂന്നാമത്തെ പാഠം ആർപ്പോ ഇറോ. അപ്പൊ എല്ലാ കൂട്ടുകാരും ഒന്നാമത്തെയും രണ്ടാമത്തെയും പാഠങ്ങൾ വായിച്ചില്ലേ? അപ്പൊ ആ ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ പറവകൾ പറയുന്ന പാഠത്തിന്റെയും പൂവ് ചിരിച്ചു എന്നുള്ള ക്ലാസ്സും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ക്ലാസ് കാണുക. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ആർപ്പോ ഇറോ എന്നുള്ള മൂന്നാമത്തെ പാഠമാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ടോപ്പേഴ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ആർപ്പോ ഇറോ ആണ് നമ്മുടെ പാഠം. കണ്ടോ, ഒന്നാമത്തെ പേജിൽ എന്താ കൊടുത്തിരിക്കുന്നത്? കുറേ കൂട്ടുകാർ കളിക്കുകയാണ് അല്ലേ? നോക്കിക്കേ, കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. പലതരത്തിലുള്ള കളികളാണ്. ഊഞ്ഞാലാടി കളിക്കുന്നുണ്ട്, പന്ത് കളിയുണ്ട്, കണ്ടോ? അതുപോലെ നമുക്ക് കണ്ണുപൊത്തി കളിയുണ്ട്, ഒളിച്ചു കളിയുണ്ട്. അങ്ങനെ പല പല കളികളാണ് ഇവിടെ കൂട്ടുകാർ കളിക്കുന്നത് അല്ലേ? ഇതൊക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ചിട്ടില്ലേ ഇതുപോലെ കളികളൊക്കെ? ഇതൊക്കെ സാധാരണ നാടൻ കളികളാണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഒരു പാട്ടുണ്ട് അല്ലേ? നമുക്ക് ആദ്യം ആ പാട്ട് വായിച്ചു നോക്കാം. ആർപ്പോ ഇറോ, ഇറോ ഇറോ, ആർപ്പോ ഇറോ, ഇറോ ഇറോ, ഓടി വരൂ പാടി വരൂ കൂടെ വരൂ കൂട്ടരെ, ആർപ്പോ ഇറോ. അടുത്ത വരികൾ ഇവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത്. അടുത്ത എന്തായിരിക്കും? ആർപ്പോ ഇറോ കഴിഞ്ഞാൽ അടുത്തത് എന്താ? ഇറോ ഇറോ. അപ്പൊ നമുക്ക് ഇതൊരു കളിപ്പാട്ടാണ്. അപ്പൊ കളിക്കുമ്പോൾ കുട്ടികൾ പാടി കളിക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പൊ നമുക്ക് ആദ്യം ഒരു തവണ കൂടെ വായിച്ചു നോക്കാം. ആർപ്പോ ഇറോ, ഇറോ ഇറോ, ആർപ്പോ ഇറോ, ഇറോ ഇറോ, ഓടി വരൂ പാടി വരൂ കൂടെ വരൂ കൂട്ടരെ, ആർപ്പോ ഇറോ, ഇറോ ഇറോ. അടുത്ത പേജ് നോക്കിക്കേ, കളിയരങ്ങ്. ഇവിടെയും കുറെ കളികൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? കുറെ കുട്ടികൾ കളിക്കുന്ന കളികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പവും ചുട്ട് അടയും ചുട്ട് ഇലയും വാട്ടി പൊതിയും കെട്ടി പടിയും കടന്ന് അതിലേ പോയി ഇതിലേ പോയി കിളികിളി കിക്കിളി. ഈ കളി നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ചിട്ടുണ്ടോ ഈ കളി? ഇപ്പൊ കളിക്കുന്ന സമയത്ത് ചില കളികൾ അല്ലെ, ചില കളികൾ നമ്മൾ കളിക്കുന്ന സമയത്ത് പാട്ട് പാടിയിട്ടേക്കായിരിക്കും കളിക്കുക. അപ്പൊ അത്തരം കളികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലത്തെ പാട്ടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കളിപ്പാട്ട് എന്നാണ് പറയുക. അപ്പൊ ഇതൊരു കളിപ്പാട്ട്. നമ്മൾ ആദ്യം കണ്ടത് ഇവിടെ ഒരു കളിപ്പാട്ട് തന്നിട്ടുണ്ട്. അതേപോലെ ഒരു കളിപ്പാട്ടാണ് അടുത്ത് തന്നിരിക്കുന്നത്. കണ്ടോ? എന്താണ് കളി? എങ്ങനെയാണ് വായിക്കുക? അപ്പവും ചുട്ട് അടയും ചുട്ട് ഇലയും വാട്ടി പൊതിയും കെട്ടി പടിയും കടന്ന് അതിലേ പോയി ഇതിലേ പോയി കിളികിളി കിക്കിളി. അപ്പൊ ഇതേപോലെ വേറെ കളിപ്പാട്ടുകൾ അറിയാമോ എന്നാണ് ചോദ്യം. അപ്പൊ ഇത്തരം നമ്മൾ കളിക്കുന്ന സമയത്ത് പാട്ട് പാടി കളിക്കുന്ന വേറെ കളിപ്പാട്ടുകൾ നിങ്ങൾക്ക് അറിയോ? അങ്ങനെ കളിപ്പാട്ടുകൾ അറിയുകയാണെങ്കിൽ അത് നമുക്കൊന്ന് പാടി നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളൊരു കളിപ്പാട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഏത് കളിയുടെയാണെന്ന് അറിയോ? മാണിക്യ ചെമ്പഴുക്ക. ഇങ്ങനൊരു കളിയുണ്ട്. എങ്ങനെയാ മാണിക്യ ചെമ്പഴുക്ക എന്ന കളി കളിക്കുക നമുക്ക് പറയാം. ആദ്യം മാണിക്യ ചെമ്പഴുക്ക എന്ന കളി കളിക്കുന്ന സമയത്ത് ഏത് പാട്ടാണ് പാടുന്നത് നമുക്ക് നോക്കാം. ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യ ചെമ്പഴുക്ക, ആ കൈലി കൈലോ മാണിക്യ ചെമ്പഴുക്ക. വീണ്ടും ഇതേ 4 വരി തന്നെ പാടുക. ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യ ചെമ്പഴുക്ക, ആ കൈലി കൈലോ മാണിക്യ ചെമ്പഴുക്ക. നടുവിലിരിക്കുന്ന വിരുദനറിയാതെ ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യ ചെമ്പഴുക്ക. എങ്ങനെ ഈ കളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാണിക്യ ചെമ്പഴുക്ക എന്നുള്ള കളി എങ്ങനെയാ കളിക്കുക? ഇതാണ് ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ വിരുദൻ എന്ന് വെച്ചാൽ ക്യാച്ചർ, ഒരു കുട്ടീനെ ക്യാച്ചറായിട്ട് സെലക്ട് ചെയ്യണു. ആ കുട്ടി നടുക്ക് നിൽക്കണു. ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യണം? ബാക്കിയുള്ള കളിക്കുന്ന കുട്ടികളൊക്കെ ചുറ്റും ഇതുപോലെ നിൽക്കുക. കൈ എന്ത് ചെയ്യണം? ബാക്കിൽ കെട്ടിയിട്ടാണ് നിൽക്കേണ്ടത്. ഇതുപോലെ ഈ കുട്ടികൾ നിൽക്കുന്നുണ്ടല്ലോ, ഇതുപോലെ കെട്ടിയിട്ട് നിൽക്കുക. ഒരു കുട്ടിയുടെ കയ്യിൽ എന്തുണ്ടാവും? അടക്കി ഉണ്ടാവും. അതിവിടെ ചെമ്പഴുക്ക എന്ന് പറയുന്നത്. ആ അടയ്ക്ക എന്ത് ചെയ്യണം? അത് ഓരോ കുട്ടികൾക്ക് കൈമാറി, ഈ കുട്ടി നടുക്ക് നിൽക്കുന്ന ക്യാച്ചർ കാണാതെ അത് ഓരോരുത്തരും ഇങ്ങനെ കൈമാറി പോവണം. അവസാനം ഈ പാട്ടും പാടിക്കൊണ്ടായിരിക്കണം കേട്ടോ കളിക്കുക. അവസാനം ഈ കുട്ടി പറയണം അത് ആരുടെ കയ്യിലാണ് അത് ഇരിക്കുന്നത് എന്നത് പറയണം. അങ്ങനെ പറഞ്ഞ് ആ കുട്ടി കറക്റ്റായിട്ട് പറയുകയാണ്. കറക്റ്റായിട്ട് ആരുടെ കയ്യിലാണോ അടക്കിയിരിക്കുന്നത് ആ കുട്ടിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആരുടെ കയ്യിലാണോ അപ്പോൾ അടക്കി ഉണ്ടായിരുന്നത് ആ കുട്ടിയായിരിക്കും ഔട്ടാവുക. ഓക്കെ, ഇതിങ്ങനെയാണ് മാണിക്യ ചെമ്പഴുക്ക എന്നുള്ള കളിക്കുക. അപ്പൊ ഇതുപോലെ ഇതൊരു കളിപ്പാട്ടാണ്. അപ്പൊ ഇതുപോലെയുള്ള കളിപ്പാട്ടുകൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ എന്ത് ചെയ്യാ? ചൊല്ലി നോക്കുക. അടുത്ത പേജ്, മാനത്ത് പട്ടം. പട്ടം കണ്ടിട്ടില്ലേ? ഇതാ അല്ലെ പട്ടം.
നിങ്ങൾ പട്ടം പറത്തിയിട്ടുണ്ടോ? അപ്പൊ ഇവിടെ നല്ല 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 ഭംഗിയുള്ള ഒരു മഞ്ഞ പട്ടമാണ് അല്ലേ? അപ്പൊ എന്താ പട്ടത്തിന് പറയാനുള്ളത് നോക്കാം. പട്ടം, മാനത്ത് പട്ടം, വീട് കണ്ടു, കാട് കണ്ടു, വണ്ടി കണ്ടു, പട്ടം പറന്നു. നോക്കിക്കേ, എന്തൊക്കെയാണ് പട്ടം കണ്ടത്? മാനത്ത് പട്ടം. പട്ടം എവിടെയാണുള്ളത്? മാനത്താണ് അല്ലെ? മാനത്താണ് പട്ടം ഉള്ളത്. പട്ടം മാനത്ത് നിന്നിട്ട് എന്തൊക്കെയാ കാണുന്നത്? വീട് കണ്ടു, കാട് കണ്ടു, വണ്ടി കണ്ടു, പട്ടം പറന്നു. പിന്നെ എന്തൊക്കെയാ കണ്ടിട്ടുണ്ടാവുക എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി നമുക്ക് എന്തെഴുതാം? കുളം കണ്ടു, കുന്ന് കണ്ടു, പട്ടം പറന്നു. നമുക്ക് ഒരാളുകൂടെ വായിച്ചു നോക്കാം. പട്ടം, പട്ടം, മാനത്ത് പട്ടം, വീട് കണ്ടു, കാട് കണ്ടു, വണ്ടി കണ്ടു, പട്ടം പറന്നു. കുളം കണ്ടു, കുന്ന് കണ്ടു, പട്ടം പറന്നു. കണ്ടോ? അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ടിട്ട് ഇങ്ങനെ മാനത്തിൽ കൂടെ ആരാ പറക്കണത്? പട്ടമാണ് അല്ലെ? പട്ടം ഇങ്ങനെ പറക്കുകയാണ്. എന്തൊക്കെയാണ് പട്ടം കണ്ടത്? വീട് കണ്ടു, കാട് കണ്ടു, വണ്ടികൾ, കുറെ വണ്ടികളെയൊക്കെ കാണുന്നുണ്ട്. പട്ടം പിന്നെയും പറന്നു. പിന്നെ എന്തൊക്കെ കണ്ടു എന്നാണ് നമ്മളിവിടെ രണ്ടെണ്ണം എഴുതിയിരിക്കുന്നത്. കുളം കണ്ടു, കുന്ന് കണ്ടു, പിന്നെയും പട്ടം ഇങ്ങനെ ആകാശത്തിൽ പറക്കുകയാണ്. പിന്നെ എന്തൊക്കെയാ കണ്ടത് പട്ടം? പൂമല കണ്ടു, പൂമരം കണ്ടു, പുഴ കണ്ടു, വഴി കണ്ടു, പട്ടം പറന്നു. നമുക്ക് ഒരു വേണമെങ്കിൽ വായിച്ചു നോക്കാം. പട്ടം, മാനത്ത് പട്ടം, വീട് കണ്ടു, കാട് കണ്ടു, വണ്ടി കണ്ടു, പട്ടം പറന്നു. കുളം കണ്ടു, കുന്ന് കണ്ടു, പട്ടം പറന്നു. പൂമല കണ്ടു, പൂമരം കണ്ടു, പുഴ കണ്ടു, വഴി കണ്ടു, പട്ടം പറന്നു. കണ്ടോ? ഓരോ കാഴ്ചകൾ കണ്ടിട്ട് പട്ടം ഇങ്ങനെ മാനത്ത് പറക്കുകയാണ് അല്ലേ? എവിടെയാണ് പട്ടം പറക്കുന്നത്? മാനത്താണ് അല്ലേ? മാനത്ത് ഇങ്ങനെ പറക്കുകയാണ്. അടുത്ത പേജ്. കളിയരങ്ങ്. കളിയരങ്ങ്. അറിയാമോ പറയാമോ? കളിയുടെ പേരുകൾ പറയാമോ? അറിയാമേ പറയാമേ, കളിയുടെ പേരുകൾ പറയാമേ. പാവ കളിക്കൽ, തൊട്ടു കളിക്കൽ, ഓടിക്കളിയും കളിയാണേ. അറിയാമേ പറയാമേ. ഇവിടെ അടുത്ത് ഏത് വാക്കാണ് ഇവിടെ എഴുതേണ്ടത്? കളിയുടെ പേരുകൾ പറയാമേ. പാടിക്കളി, ചാടിക്കളി, പിന്നെ ഇതുപോലെയുള്ള 2 കളികളുടെ പേര് എഴുതണം. അപ്പൊ ഇവിടെ നമ്മൾ എന്തിനെ കുറിച്ചാ പറയുന്നത്? കളികളെ കുറിച്ചാ പറയുന്നത് അല്ലെ? പല കളികളെ കുറിച്ച് നമ്മൾ ചിത്രത്തിൽ കണ്ടില്ലേ? കുറേ കളികൾ കണ്ടു അല്ലെ? അതുപോലെയുള്ള കളികളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു കവിത, ചെറിയൊരു പാട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അറിയാമോ പറയാമോ, കളിയുടെ പേരുകൾ പറയാമോ? നിങ്ങളത് ചോദിക്കുകയാണ്. നിങ്ങളുടെ കളികളുടെ പേരുകൾ പറയാമോ എന്ന് ചോദിക്കുകയാണ്. പറയാൻ പറ്റില്ലേ? ഏതൊക്കെ കളികളാണ്? നിങ്ങൾക്ക് ഒത്തിരി കളികളുടെ പേരറിയില്ലേ? അറിയാമേ പറയാമേ, കളിയുടെ പേരുകൾ പറയാമേ. ഏതൊക്കെ കളികളാണ്? പാവ കളിക്കൽ, പാവയൊക്കെ വെച്ചിട്ട് നമ്മൾ പാവകളൊക്കെ വെച്ച് കളിക്കില്ലേ? അതാണ് പാവ കളിക്കൽ. പിന്നെ തൊട്ടുകളിക്കൽ, ഓടിക്കളിയും കളിയാണേ. അറിയാമേ പറയാമേ, കളിയുടെ, ഇവിടെ എഴുതേണ്ട വാക്ക് എന്താണ്? കളിയുടെ പേരുകൾ പറയാമേ. ഇവിടെ ഉണ്ട് കേട്ടോ, കളിയുടെ എന്ന് എഴുതിയിട്ട് കണ്ടോ? കളിയുടെ പേരുകൾ പറയാമേ. പിന്നെ എഴുതിയ കളികൾ ഏതൊക്കെയാ? പാടിക്കളി, പാട്ട് പാടി കളിക്കുന്നത് പാടിക്കളി, ചാടിക്കളി. പിന്നെ ഇനി നമുക്ക് ഏതൊക്കെ 2 കളികളുടെ പേര് എഴുതാം? ഏതെങ്കിലും നാടൻ കളികളാണ് ഇവിടെ എഴുതേണ്ടത്. ഏതൊക്കെ കളികൾ എഴുതാം? അപ്പൊ നിങ്ങൾ കളിക്കുന്ന വേറെ ഏതെങ്കിലും 2 കളികൾ, ഇവിടെ എഴുതാത്ത വേറെ ഏതെങ്കിലും കളികളുടെ പേര് ഇവിടെ എഴുതുക. നമ്മളിവിടെ ഏതാ എഴുതിയിരിക്കുന്നത്? ഒളിച്ചുകളി, ഈർക്കിൽ കളി. ഒളിച്ചുകളിയും ഈർക്കിൽ കളിയും. അപ്പൊ നമുക്ക് ഒരു തവണ കൂടെ വായിച്ചു നോക്കാം. കളിയരങ്ങ്. അറിയാമോ പറയാമോ, കളിയുടെ പേരുകൾ പറയാമോ? അറിയാമേ പറയാമേ, കളിയുടെ പേരുകൾ പറയാമേ. പാവ കളിക്കൽ, തൊട്ടു കളിക്കൽ, ഓടിക്കളിയും കളിയാണേ. അറിയാമേ പറയാമേ, കളിയുടെ പേരുകൾ പറയാമേ. പാടിക്കളി, ചാടിക്കളി, പിന്നെ ഒളിച്ചുകളി, ഈർക്കിൽ കളി. അപ്പൊ ഇത്തരം കൂടുതൽ കളികൾ കണ്ടെത്തിയിട്ട് എഴുതുക. അടുത്തത് കളിപ്പാട്ടങ്ങൾ വേണോ? ഇവിടെ നോക്കിക്കേ, കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ഓല കൊണ്ട് അല്ലേ? നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതുപോലെ? ഓല കൊണ്ട് പീപ്പിയും അതുപോലെ പന്ത്, കണ്ണാടി, കണ്ടോ? അതുപോലെ എന്താണ് നമ്മള് ഒരു പക്ഷീനെ അല്ലെ? പക്ഷിനെ ഉണ്ടാക്കിയിരിക്കുന്ന പമ്പരം ഉണ്ടാക്കാം, കൊട്ട ഉണ്ടാക്കാം, എന്തൊക്കെ കാര്യങ്ങളാണല്ലേ? ഓല എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ തെങ്ങിന്റെ ഇല അല്ലെ? തെങ്ങോലയാണ് ഇവിടെ പറയണത്. അപ്പൊ ഓല വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കൂ. അത് വെച്ചുള്ള കളിപ്പാട്ടങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കത് വായിച്ചു നോക്കാം. മരമേ മരമേ പുന്നാരെ, തരുമോ കൊച്ചു കളിപ്പാട്ടം?
പന്ത് വേണോ പാവ വേണോ പമ്പരം വേണോ പറഞ്ഞോളൂ. വേണം വേണം വേണം. ഓല കൊണ്ടൊരു പീപ്പി ഓലപ്പീപ്പി. ഓല കൊണ്ടൊരു പന്ത് ഓലപ്പന്ത്. മരത്തിന്റെ അടുത്ത് കുട്ടി ചോദിക്കുകയാണ്, ഒരു കളിപ്പാട്ടം തരുമോ ചോദിക്കുകയാണ് അല്ലേ. അപ്പൊ മരം പറയണ എന്താ വേണ്ടത് ചോദിക്കണേ, എന്ത് കളിപ്പാട്ടമാണ് വേണ്ടത് പറയുമ്പോ കുട്ടി പറയാണ്. ഇപ്പൊ എന്താ മരത്തിനോട് കുട്ടി ചോദിച്ചത്? മരമേ മരമേ പുന്നാരെ തരുമോ കൊച്ചു കളിപ്പാട്ടം. അപ്പൊ മരം എന്ത് ചോദിച്ചു? പന്ത് വേണോ പാവ വേണോ പമ്പരം വേണോ പറഞ്ഞോളൂ. കുട്ടി എന്താ വേണം പറയണത്? വേണം വേണം വേണം. ഓല കൊണ്ടൊരു പീപ്പി. ഓല കൊണ്ടുള്ള പീപ്പിന് എന്ത് പീപ്പി എന്നാ പറയാ? ഓലപ്പീപ്പി. ഓല കൊണ്ടൊരു പന്ത് ഓലപ്പന്ത്. ഇനി അടുത്തത് ഇതേപോലെ ഓല കൊണ്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഓല കൊണ്ടൊരു പമ്പരം. ഓല കൊണ്ടൊരു പമ്പരം ഓലപ്പമ്പരം. കണ്ടോ, ഇവിടെ എന്ത് വേണമെങ്കിലും എഴുതാം. ഓല കൊണ്ടൊരു, നമുക്ക് വേറെ കളിപ്പാട്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും എഴുതാം. ഓല കൊണ്ടൊരു പമ്പരം ഓലപ്പമ്പരം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു തവണ കൂടെ വായിച്ചു നോക്കാം. മരമേ മരമേ പുന്നാരെ തരുമോ കൊച്ചു കളിപ്പാട്ടം. പന്ത് വേണോ പാവ വേണോ പമ്പരം വേണോ പറഞ്ഞോളൂ. വേണം വേണം വേണം. ഓല കൊണ്ടൊരു പീപ്പി ഓലപ്പീപ്പി. ഓല കൊണ്ടൊരു പന്ത് ഓലപ്പന്ത്. ഓല കൊണ്ടൊരു പമ്പരം ഓലപ്പമ്പരം. അടുത്തത്, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മൂന്നാമത്തെ പാഠം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ മറ്റ് സബ്ജക്റ്റിന്റെ ക്ലാസ്സുകൾ കാണാൻ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്